പി കെ കോപ്പൻ, ഇപ്പോൾ കാർഡടച്ച് നമുക്കങ്ങനെ വിമർശിക്കാൻ കഴിയുമോ എന്ന് ചിലരെങ്കിലും ചോദിക്കുന്നു. ഇപ്പോൾ BJP അധ്യക്ഷൻ്റെ ചോദ്യം കേട്ടില്ലേ, എന്ത് തന്നു, ആ തന്നത് നിങ്ങൾ എന്ത് ചെയ്തു എന്നത് പറയാതെ വീണ്ടും വീണ്ടും ആവശ്യപ്പെട്ടിട്ട് കാര്യമുണ്ടോ എന്നാണ് ചോദിക്കുന്നത്. അല്ല, അദ്ദേഹത്തിൻ്റെ ഒരു പ്രതികരണത്തിൽ വന്നതേ അദ്ദേഹത്തിനൊരു മറുപടിയില്ല ഈ ബഡ്ജറ്റിനെ സംബന്ധിച്ച്. അപ്പോൾ അദ്ദേഹം എടുത്തുകൊണ്ട് വരുന്നത് വളരെ പരിതാപകരമായി പോയി. കേരളത്തിലെ BJP അധ്യക്ഷൻ എന്തെങ്കിലും ഒരു കാര്യം കണ്ടെത്തി പോസിറ്റീവായിട്ട് പറയുമെന്ന അദ്ദേഹം പ്രതികരിക്കാൻ പോയപ്പോൾ ശ്രദ്ധിച്ചത്. പക്ഷേ അദ്ദേഹം പറയുന്നത് ജലജീവ മിഷനും PMAY എന്താ അദ്ദേഹം അതിനെക്കുറിച്ച് മനസ്സിലാക്കിയിരിക്കുന്നത്? ജലജീവ മിഷൻ കേരളത്തിൽ ഓൺഗോയിങ് പ്രോജക്റ്റാണ്. 60% സെൻറ്റർ തരണം, 40% കേരളത്തിൻ്റെതാണ്. പക്ഷേ അതിൻ്റെ ഫണ്ട് തരുന്നില്ല. എന്നാലും അതിവിടെ കേരളത്തിൽ നടക്കുക. രണ്ടാമത് PMAY, ഒരു വീടിന് 72,000 രൂപ സെൻട്രൽ ഗവൺമെൻറ് തരുന്നത്. ഇവിടെ 4 ലക്ഷം രൂപയാണ് കൊടുക്കുന്നത്. ഈ 72,000 പൈസ പോലും അവർ തരുന്നില്ല. തരണമെങ്കിൽ നരേന്ദ്രമോദി ഈ വീടിൻ്റെ ഐശ്വര്യം എന്നതിൻ്റെ മുമ്പിൽ എഴുതി വെക്കണം, ആ വീട്ടിൻ്റെ മുമ്പിൽ എഴുതി വെക്കണം. അത് മനുഷ്യരുടെ അന്തസ്സിനെ കെടുത്തുന്ന ഒന്നാണ്. അതിനോട് നമുക്ക് യോജിക്കാൻ പറ്റുന്നില്ല. ഇവിടെ ഇപ്പോൾ കേരളത്തിന് മാത്രമല്ല ഈ ബജറ്റ് നിരാശാജനകം, രാജ്യത്തിനാകെ നിരാശാജനകമാണ്. ഇപ്പം ധനമന്ത്രി പറഞ്ഞൊരു പ്രശ്നമുണ്ടല്ലോ, ഈ 4ാം സ്ഥാനത്ത് ഇന്ത്യ എത്തുന്നു എന്ന് വാദിക്കുകയായിരുന്നു ശ്രീ രാജീവ് ചന്ദ്രശേഖർ. പക്ഷേ റവന്യൂ റെസിപ്റ്റ്സ് ഇല്ലാതെ എങ്ങനെയാണ് 4ാം സ്ഥാനത്ത് എത്തുക എന്നുള്ളൊരു ക്വസ്റ്റ്യൻ അതിനകത്ത് വരുന്നുണ്ട്. അതുപോലെ ഈ ചവറ കൊച്ചി വിഴിഞ്ഞം നമ്മളൊരു കോറിഡോർ കൊടുത്തതാണ്. സെൻട്രൽ ഗവൺമെൻറ് 1000 കോടി രൂപയുടെ പ്രോജക്റ്റ് വേണം എന്ന് പറഞ്ഞ് കൊടുത്തതാണ്. അതിപ്പോൾ വരാൻ പോകുന്നത് ഈ വെളുക്കാൻ തേച്ചത് പാണ്ടാവുകയാണ്. ദുരന്തമായിരിക്കും വരാൻ പോകുന്നത്. കാരണം നേരത്തെ ഇവിടെ പലരും സൂചിപ്പിച്ചതുപോലെ, അല്ലെങ്കിൽ അപകടം മണക്കുന്നത് പോലെ, ആദ്യം നമുക്ക് അത്രയും അപകടം മണത്തില്ല, പക്ഷേ അതിൻ്റെ ഡീപ്പിലേക്ക് പോയപ്പോൾ അത് അപകടം മണക്കുന്നതാണ്. കാരണം ഇത് പ്രൈവറ്റൈസ് ചെയ്യുമ്പോൾ നമ്മൾ കേരളത്തിൽ ഇത് മൈനിങ് പബ്ലിക് സെക്ടർ നിൽക്കണമെന്ന് ആഗ്രഹിക്കുന്നവരാണ്. ഇത് മൈനിങ് പ്രൈവറ്റ് സെക്ടറിലേക്ക് കൊടുത്ത് കേരളത്തിൻ്റെ ആകെ വിഭവം കൂടി ചോർത്തിക്കൊണ്ടുപോകാൻ പരിശ്രമമായിട്ട് അതിനെ ഉപയോഗിക്കാനാണ് സാധ്യത. അപ്പം നമുക്ക് അതുപോലെ തന്നെ കേരളത്തിൻ്റെ കടത്തിൻ്റെ പരിധി ഉയർത്തണമെന്ന് നമ്മൾ ആവശ്യപ്പെട്ടിരുന്നു, പലതവണ ആവശ്യപ്പെട്ടിരുന്നു. അങ്ങനെ ഉണ്ടായിട്ടില്ല. അതുപോലെ വലിയ ഹോംവർക്ക് നടത്തി കുറേ പ്രോജക്റ്റുകൾ സമർപ്പിച്ചതാണ്, ഒന്നിനോടും പ്രതികരിച്ചിട്ടില്ല. അവസാനം വിചാരിച്ചു തെരഞ്ഞെടുപ്പ് സമയത്തെങ്കിലും ശ്രീധരൻ സാറിൻ്റെ പ്രോജക്റ്റ് അംഗീകരിക്കുമെന്ന് വിചാരിച്ചു, അതും അംഗീകരിച്ചിട്ട് അതിനെക്കുറിച്ച് മിണ്ടിയിട്ട് പോലുമില്ല. അങ്ങനെ ഏതെങ്കിലും വിധത്തിൽ ഒരു സഹായം അവർ നടത്താൻ ഉദ്ദേശിക്കുന്നത് മാത്രമല്ല, യഥാർത്ഥത്തിൽ സേവനത്തിലൂടെ ജനപിന്തുണ ആഗ്രഹിക്കുന്നില്ല, അവർ വർഗീയതയിലൂടെ ജനപിന്തുണ ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ് ഈ ബജറ്റിനെ മൊത്തത്തിൽ നോക്കിയാൽ മനസ്സിലാവുന്നത്.